ഹായ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ചിന്താ പരീക്ഷണത്തെക്കുറിച്ചാണ്. ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ്. ഇമാജിൻ ദിസ്. നിങ്ങൾ രാവിലെ ഒരു പണിസ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് നിങ്ങൾ രാവിലെ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. പോകുന്ന വഴി ഒരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിൽ ഒരു കുഞ്ഞ് കിടന്ന് കൈകാലിട്ടടിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചു പോകും നിങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ. നിങ്ങളപ്പോൾ ആ വഴി കടന്നു പോകുന്നു, ആ കുഞ്ഞിനെ കാണുന്നു, നിങ്ങൾ നേരെ ഓടി ഇറങ്ങി ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: അങ്ങനെ ആ വഴി നടന്നു പോയിട്ടും കുഞ്ഞിനെ കണ്ടിട്ടും രക്ഷിക്കാത്തൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ആ മനുഷ്യനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചില്ല? ആ മനുഷ്യൻ പറയുന്ന മറുപടി ഇങ്ങനെയാണെങ്കിലോ: എൻ്റെ പുതിയ ഷൂ ആയിരുന്നു, മാത്രമല്ല പുതിയ ഉടുപ്പും, രണ്ടും കേടായി പോയേനെ ഞാൻ ചെറുവെള്ളത്തിൽ ഇറങ്ങിയിരുന്നത്. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ എങ്ങനെ കാണും? ഒരു സംശയമില്ല, രാക്ഷസനായ മനുഷ്യനായിട്ട് നിങ്ങൾ കാണത്തുള്ളൂ, അല്ലേ? ഈ ഒരു തോട്ട് എക്സ്പെരിമെന്റ് മുന്നോട്ട് വെച്ചത് സ്റ്റീവൻ പിങ്കർ എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. പുള്ളി ആർഗ്യൂ ചെയ്യുന്നതാണ്, ആ രക്ഷിക്കാതെ പോയ മനുഷ്യനെ ഒരു രാക്ഷസനായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യർ ഭൂരിഭാഗം പേരുമെന്ന്. വാട്ട്? അതെ, അതാണ് പുള്ളിയുടെ ആ തോട്ട് എക്സ്പെരിമെന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ലോകത്ത് കുളത്തിൽ വീണ് മരിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ മരുന്നില്ലാതെ മരിക്കുന്ന മനുഷ്യരുണ്ട്. അതിൽ കുറെ കുട്ടികളുമുണ്ട്. അല്ലെങ്കിൽ ശുദ്ധജലം കിട്ടാതെ മരിക്കുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം ഈ 21-ാം നൂറ്റാണ്ടിലും 2025-ലും നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ, അതായത് നമുക്ക് തടയാൻ പറ്റുന്ന, റിസോഴ്സ് ഉണ്ടെങ്കിൽ തടയാൻ പറ്റുന്ന ധാരാളം ദുരന്തങ്ങളിലൂടെ മനുഷ്യന്മാർ കടന്നു പോകുന്നുണ്ട്. എന്നാൽ നമ്മളോ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു കുഞ്ഞ് കുളത്തിൽ വീണാൽ നമ്മൾ എന്തായാലും രക്ഷിക്കും. പക്ഷെ ദൂരെയുള്ള ഒരു കുഞ്ഞ് ആണ് വീഴുന്നെങ്കിൽ നമുക്ക് ആ ഇമ്പാക്ട് വരത്തില്ല. അതിപ്പം ആഫ്രിക്കയിൽ കുറെ പേര് മരിച്ചെന്ന് കേട്ടാലോ, യുദ്ധത്തിൽ യുക്രൈനിലോ ഫലസ്തീനിലോ കുറെ പേര് മരിച്ചെന്ന് കേട്ടാലോ നമുക്കത് വെറും കണക്ക് മാത്രമാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കുറച്ച് പേരോടെ മരിച്ചു, കുറച്ച് പേരൂടെ മരിച്ചു. എന്നാൽ നമ്മൾ ഇവരനുഭവിക്കുന്ന വേദന ആദ്യത്തെ കേസ് പോലെ അനുഭവിക്കില്ല. ആ ദൂരസ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള എമ്പതി നമുക്ക് വർക്കാവില്ല. ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞ് ആ കഥയെക്കുറിച്ചൊരു പടം ഇറക്കണം, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം. അപ്പൊ നമ്മുടെ എമ്പതി തുളുമ്പി വരും. ആൻ ഫ്രാങ്ക് ഡയറി വായിച്ച ആളോ അല്ലെങ്കിൽ ഷിൻലേസ് ലിസ്റ്റ് കണ്ട ആളോ നാസികളോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്കപ്പോ ദേഷ്യം തോന്നുന്ന വേറൊരു കൂട്ടരാണ് അവിടെ മിണ്ടാതെ നിന്ന മനുഷ്യർ. നമ്മൾ വല്ലതും ആയിരിക്കണമായിരുന്നു എന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ വല്ലതും ആരുടെ കാണിച്ചു കൊടുത്തേനെ ഹിറ്റ്ലറിനും നാസികൾക്കും ഒക്കെയാണ്. എന്നാൽ അത് തന്നെയാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. നമ്മുടെ കൺമുന്നിലൂടെ അനീതിയ അക്രമമോ ഒക്കെ നടന്നാലും പീസ് ഓഫ് മൈൻഡ്, കാം, അങ്ങനെ നമ്മൾ അതും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉദാഹരണം വെച്ച് സ്റ്റീവൻ പിങ്കർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നേരിട്ട് കാണുന്ന ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ നമ്മൾ എത്രത്തോളം ബാധ്യസ്ഥനാണോ അതുപോലെ ബാധ്യസ്ഥനാണ് നമ്മൾ കാണാത്ത മനുഷ്യരെ രക്ഷിക്കാനും. നമുക്ക് ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ട് ഇവർക്കെല്ലാം സഹായം എത്തിക്കാൻ. അതായത് മലേറിയ ബാധിച്ച് മരിക്കുന്ന കുട്ടികളുണ്ട്. മലേറിയ ബാധിച്ച് മരിക്കുന്ന കുട്ടികൾക്ക് ഒരു എന്താ പറയുക, അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്ന നിസ്സാരമായൊരു സാധനം എത്തിയാൽ തന്നെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇതിനെല്ലാമുള്ള സിസ്റ്റം അവിടെ ഉണ്ട്, ഓർഗനൈസേഷൻസും അവിടെ ഉണ്ട്. എന്നാൽ ഇതൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറില്ല, റൈറ്റ്? നമ്മൾ ഒരു പുതിയ ഷൂ മേടിക്കുന്ന കാശുണ്ടെങ്കിൽ, അല്ലെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഫുഡിന്റെ കാശുണ്ടെങ്കിൽ നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞാലോ, നമ്മുടെ ലെക്ചർക്ക് വേണ്ടി മുടക്കുന്ന കാശ് നമ്മൾ ഈ ഓർഗനൈസേഷൻസിന് കൊടുക്കാൻ തയ്യാറാകുമോ? തയ്യാറാകില്ല. അത് എവിഡന്റ് ആണല്ലോ. എന്തുകൊണ്ടാണത്? മനുഷ്യൻ ഇത്രയും എമ്പതിയുള്ള ജീവിയാണ്, അല്ലെ മനുഷ്യത്വമുള്ള ജീവിയാണ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ സഹോദരരെ സഹായിക്കാൻ പറ്റുന്നില്ല? ഞാൻ ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കുമല്ല, ഞാൻ അടക്കം. കാരണം നമുക്ക് എമ്പതി ഉണ്ടെന്ന് പറയുന്നതും മനുഷ്യത്വം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരു ചുരുങ്ങിയ സ്പേസിൽ മാത്രമാണ്. നമ്മൾ വയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമ്മുടെ ബന്ധുക്കളായ, അല്ലെങ്കിൽ നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട, അതാണ് കറക്റ്റ് വേർഡ്, നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി എടുത്തു നോക്കിയാലും അതിൽ അന്തർലീനമായിട്ട് കിടക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്.
നമുക്ക് ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഗുണമുണ്ടാകാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല. അതിപ്പോൾ നമ്മൾ വേറൊരാളെ സ്നേഹിക്കുന്നത് പോലും നമ്മളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. എന്ന് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്നു അന്ന് നമ്മൾ അയാളെ വെറുക്കുകയോ അകന്നു നിൽക്കുകയോ ഒക്കെ ചെയ്യും. ഇത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. പക്ഷെ ഇതൊന്നും നമ്മൾക്ക് നമ്മുടെ സ്കൂളുകളിലോ ക്ലാസ്സുകളിലോ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കില്ല. നമ്മളെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു ഐഡിയൽ വേൾഡാണ്, ഒരു ഐഡിയൽ മനുഷ്യനാണ്. മനുഷ്യന്മാരുടെ കോറിൽ ദയയും കാരുണ്യമൊക്കെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യനാകൂ എന്ന് പറഞ്ഞ് ഓരോ ക്യാമ്പയിനുകൾ നടക്കുന്നത്. ഞാനിത് പറയുന്നത് എന്തോ സൊല്യൂഷൻ ഉള്ളത് കൊണ്ടൊന്നുമല്ല, നമുക്ക് നമ്മളെ കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാക്കാനാണ്. നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ ആരല്ല, നമ്മൾ എന്തല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഈ കഥകളിലൂടെയും കവിതകളിലൂടെയും നാടകങ്ങളിലൂടെയും നോവലുകളിലൂടെയും നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എത്തുന്നത് വട്ടപൂജ്യത്തിലായിരിക്കും. ശരിയായൊരു പിക്ചറല്ല ഇവയൊന്നും നമുക്ക് നൽകുന്നത്. അവയൊക്കെ എന്തോ മനുഷ്യൻ കണ്ട സ്വപ്നങ്ങൾ മാത്രമാണ്. റിയാലിറ്റിയിൽ മനുഷ്യൻ വേറൊരു മൃഗം മാത്രമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഇതും പെസിമിസ്റ്റിക് വ്യൂ ആണ്, എനിക്കറിയാം. പക്ഷേ ഇതും റിയലിസ്റ്റിക് വ്യൂ ആണ്. ഇതിൽ നിന്ന് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പണ്ട് ചങ്ങമ്പുഴ പാടിയതുപോലെ, കപടലോകത്തിൽ ആത്മാർത്ഥമാം ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് വെച്ചാൽ എനിക്ക് ആത്മാർത്ഥ ഹൃദയം ഉണ്ടെന്നല്ല. മനുഷ്യന്മാരെല്ലാം ഇത് പാടി നടക്കും. ലോകത്തിന് മുഴുവനാണ് കുഴപ്പം, എനിക്കല്ല. ഞാൻ പെർഫെക്റ്റ്. മനുഷ്യനെ ഐഡിയലൈസ് ചെയ്തുകൊണ്ട് ആശയങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയതാണ് കമ്മ്യൂണിസവും മതങ്ങളും എല്ലാം. മാർക്സ് പറഞ്ഞത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ സംഗീതമായി മാറുമെന്നാണ്. അല്ലെ, പല മതങ്ങളും നമ്മളോട് പറയുന്നത് എല്ലാ മനുഷ്യരും സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഒരേ ലോകം പോലെ ജീവിക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങൾ അറിയാത്തത് മൂലമുള്ള ഒരു എന്താ പറയുക ദുരാഗ്രഹം മാത്രമാണ് ഈ ആശയങ്ങളെല്ലാം. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടോ? എൻ്റെ സൊല്യൂഷൻ ഒന്നുമില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ സംഗീതമൊന്നും ആയി മാറാനും പോകുന്നില്ല. എൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഡോണ്ട് പ്രോക്രിയേറ്റ്. കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ തലച്ചോറും നമ്മുടെ ഹൃദയവും എല്ലാം ഡാർക്കാണ്. വേറെ വാക്കുകൾ ഉണ്ടെങ്കിലും ഡാർക്കാണ് കുറച്ചുകൂടെ ആപ്റ്റ്. സിസ്റ്റം കൊണ്ടുവന്ന് നമ്മുടെ മനുഷ്യരെ അങ്ങ് നന്നാക്കാനൊന്നും പറ്റില്ല. നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം സിസ്റ്റം യൂസ് ചെയ്ത്. നേരെ മറിച്ച് ഈ ദുരിതങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത്, പറഞ്ഞ പോലെ പ്രോക്രിയേഷൻ നിർത്തുക, പോപ്പുലേഷൻ കുറയ്ക്കുക, പയ്യെ നമ്മൾ എന്താ പറയുക ഒരു വംശനാശത്തിലേക്ക് മനുഷ്യന്മാരല്ല പയ്യെ നടന്നെടുക്കുക. ഇതാണ് എൻ്റെ സ്വപ്നം. അതാണ്. ഇത്രയൊക്കെ പറയാനുള്ളായിരുന്നു. അതിനോ പെസിമിസ്റ്റിക് ആണ്. ഞാൻ ഇടക്കിടക്ക് പറയും പെസിമിസ്റ്റിക് ആണ്, ബട്ട് റിയലിസ്റ്റിക് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ പറയാനുണ്ടായിരുന്നുള്ളൂ. ബൈ.